കേരള ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തം, ജനകീയം എന്നുള്ള തരത്തിലാണ് കേരള ലോട്ടറി എക്കാലവും മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ സർക്കാർ ലോട്ടറി മേഖലയിൽ ഈ ലോട്ടറി കൂടുതലായിട്ട് അച്ചടിക്കാതെ ഈ ലോട്ടറി ടൈറ്റ് വന്നപ്പോൾ 2 കൊല്ലം മുമ്പ് 50-50 എന്ന് പറയുന്ന 50 രൂപ ടിക്കറ്റ് ഇറക്കിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഇതുവരെയും 40 രൂപയുടെ ടിക്കറ്റിന് 100 രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ സമ്മാനം. എന്നാൽ ഇപ്പോൾ ലോട്ടറി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ലോട്ടറിയുടെ വില 50 രൂപ ആക്കി എന്ന് മാത്രമല്ല, സമ്മാനങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് സമ്മാനം കൂടുതലുണ്ടെന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. 50 രൂപ ടിക്കറ്റ് ആക്കുന്നതിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് യാതൊരുവിധമായ ചർച്ചകൾ നടത്തിയിട്ടില്ല. പിണറായി സർക്കാർ ക്ഷേമ പദ്ധതികളെയെല്ലാം ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ലോട്ടറി ക്ഷേമനിധിയിലും ദുർബലമാക്കി വലിയ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ധനകാര്യപരമായി വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമാണ് ലോട്ടറിയുടെ മറവിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇത് തൊഴിലാളികൾക്ക് വലിയ ദോഷം ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ മൊത്തം ടിക്കറ്റ് വിറ്റുപോവുക, അവർക്ക് മൊത്തം വരുമാനം വരിക, ധനം ഉണ്ടാക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ലോട്ടറി ടിക്കറ്റിൻ്റെ വില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. 40 രൂപ ടിക്കറ്റിൻ്റെ വില ഇന്ന് 50 രൂപ ആയിരിക്കുകയാണ്. അതേസമയം 5000 രൂപയുടെ സമ്മാനങ്ങൾ ഇപ്പോൾ വെട്ടിക്കുറച്ച നിലയിലുമാണുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ.ബി. രാജേഷ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സംസ്ഥാന ലോട്ടറിയുടെ ഈ സമ്മാനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. കാരണം ഈ ലോട്ടറി ഈ നറുക്കെടുപ്പിൻ്റെ മെഷീൻ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള വിവാദങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ലോട്ടറിയുടെ വിലവർധനയും ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള കാരണം എന്താണ്? കേരള ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തം, ജനകീയം എന്നുള്ള തരത്തിലാണ് കേരള ലോട്ടറി എക്കാലവും മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് മിഷ്യൻ്റെ കാര്യത്തിൽ പരക്കെ ഒരു ആക്ഷേപം ഈ പൊതുജനങ്ങളുടെ ഇടയിലുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ലോട്ടറി മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. മിഷ്യൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സന്ദേഹത്തിനും വകയില്ല. പക്ഷേ ഹാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ഭാഗത്ത് ഒരു ഏജൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമുക്കൊരു പോർട്ടൽ തന്നിട്ടുണ്ട്, ഏജൻറ്റുമാർക്ക് പോർട്ടൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ കയറി ഹാക്ക് ചെയ്ത ഒരു കേസുണ്ട്. അതാണ് ഹാക്ക് ചെയ്ത വിഷയം. മറ്റുള്ള കാര്യം പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലവർധനമാണ്. വിലവർധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2.5 കൊല്ലങ്ങളായി ഈ ലോട്ടറി വളരെ ടൈറ്റായിട്ടാണ് പോകുന്നത്. ഈ പ്രതിവാര ലോട്ടറി 1,08,00,000 ടിക്കറ്റാണ് അച്ചടിക്കുന്നത്. ഈ 1,08,00,000 ടിക്കറ്റ് അച്ചടിക്കുന്നത് 2.5-3 കൊല്ലം മുമ്പ് തന്നെ ഇത് മൊത്തം മുഴുവൻ ലോട്ടറി ഓഫീസിൽ നിന്നും വിറ്റുപോകുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായി ഇതേ കണക്ക് ടൈറ്റ് വരുമ്പോൾ, വളരെ വലിയ ടൈറ്റ് വരുമ്പോൾ പൊതുസമൂഹം ലോട്ടറി വേണം, തൊഴിലാളികൾ കൂടുതലായിട്ട് ഈ മേഖലയിലിട്ട് വരുമ്പോൾ ലോട്ടറി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ സർക്കാർ ലോട്ടറി കൂടുതൽ അച്ചടിച്ച് ആവശ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന രീതിയിൽ, അവർക്ക് വരുമാനം ലഭ്യമാകുന്ന രീതിയിൽ ഒരു അവസരം ഉണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ഇടതുപക്ഷ സർക്കാർ ലോട്ടറി മേഖലയിൽ ഈ ലോട്ടറി കൂടുതലായിട്ട് അച്ചടിക്കാതെ ഈ ലോട്ടറി ടൈറ്റ് വന്നപ്പോൾ 2 കൊല്ലം മുമ്പ് 50-50 എന്ന് പറയുന്ന 50 രൂപ ടിക്കറ്റ് ഇറക്കിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ആ 50 രൂപ ടിക്കറ്റ് 1,08,00,000 അടിക്കുന്നില്ല. അത് 60 ലക്ഷം ആയിരുന്നു ആദ്യം അച്ചടിച്ചത്. 60 ലക്ഷം മൊത്തം വിറ്റതിന് ശേഷം ഇപ്പോൾ പോലും 1,08,00,000 ആയിട്ടില്ല. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ടൈറ്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 50 രൂപയാക്കാനുള്ള ഏകപക്ഷീയമായ ഒരു നടപടി സ്വീകരിച്ചത്. മാത്രവുമല്ല, ഈ 50 രൂപയാക്കുമ്പോൾ ഇതുവരെയും 40 രൂപയുടെ ടിക്കറ്റിന് 100 രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ സമ്മാനം. അതൊരു 40 രൂപ നമ്മൾ മുടക്കുമ്പോൾ, ഒരു ഉപഭോക്താവ് മുടക്കുമ്പോൾ ഒരു 100 രൂപ സമ്മാനം ഏറ്റവും മിനിമം. എന്നാൽ ഇപ്പോൾ ലോട്ടറി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ലോട്ടറിയുടെ വില 50 രൂപ ആക്കി എന്ന് മാത്രമല്ല, വെറും 50 രൂപ സമ്മാനം, ഏറ്റവും അടിസ്ഥാന സമ്മാനം 50 രൂപയാക്കി സമ്മാനങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് സമ്മാനം കൂടുതലുണ്ടെന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ പഴയതിൽ നിന്നും സമ്മാനത്തിൻ്റെ മൊത്തം തുക, സമ്മാനത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കുന്ന തുക മൊത്തത്തിൽ അത് കുറച്ചുകൊണ്ട് എന്നാൽ സമ്മാനത്തിൻ്റെ എണ്ണം, ഈ ചെറിയ 50 രൂപയുടെ സമ്മാനം നിങ്ങൾക്കറിയാമല്ലോ, 5000-ൻ്റെ ഒരു സമ്മാനം കൊടുക്കുന്നവന് 50 രൂപയുടെ എത്ര സമ്മാനം കൊടുക്കാമെന്ന് നമുക്കറിയാം, 100 സമ്മാനം കൊടുക്കാൻ കഴിയും. അപ്പം ആ രീതിയിൽ 5000-ൻ്റെ സമ്മാനം കുറച്ചുകൊണ്ട് 50 രൂപയുടെ സമ്മാനം കൂട്ടി സമ്മാനത്തിൻ്റെ എണ്ണപ്പെരുക്കമുണ്ടാക്കി പൊതുജനങ്ങളെയും ഉപഭോക്താക്കളെയും
കണ്ണിൽ പൊടിയിടുന്ന, അവരെ വഞ്ചിക്കുന്ന, അല്ലെങ്കിൽ അവരെ എന്താണ് പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഈ 50 രൂപ ആക്കുന്നതിലൂടെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 50 രൂപയുടെ ടിക്കറ്റ് വരുമ്പോൾ ഇപ്പോൾ സമാധാനപരമായി നമ്മൾ ഓൾ കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കഴിഞ്ഞ 2.5 കൊല്ലമായി ടിക്കറ്റ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരും ഉദ്യോഗസ്ഥരും പറയുന്നത് ടിക്കറ്റിൻ്റെ വില വർദ്ധിപ്പിച്ച് 50 രൂപയാക്കാം. അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ നമുക്ക് വേണമെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ ഈ ടിക്കറ്റിൻ്റെ ക്ഷാമം പരിഹരിക്കാം. കാരണം 50 രൂപയാകുമ്പോൾ സാധാരണ തൊഴിലാളികൾക്ക് ഒരു ദിവസം 300 രൂപ 400 രൂപ വരുമാനമുണ്ടാക്കുന്ന, അല്ലെ 30 ടിക്കറ്റോ അല്ലെ 60 ടിക്കറ്റോ വിറ്റ് ഒരു വീട് പുലർത്താൻ വേണ്ടി 300 രൂപ മുതൽ 600 രൂപ അല്ലെ 500 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിക്ക് അവൻ്റെ കയ്യിൽ 50 രൂപ ടിക്കറ്റ് അധികം വന്ന് അവന് വലിയ നഷ്ടമുണ്ടാവും. അവൻ ഈ മേഖലയിൽ നിൽക്കാൻ കഴിയാതെ വരും. അവൻ പുറത്തു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. ഈ സ്ഥിതിക്കെതിരെയാണ് നമ്മൾ ഇന്ന് സമരം നടത്തുന്നത്. ഇത് 50 രൂപ ടിക്കറ്റ് ആക്കുന്നതിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് യാതൊരു വിധമായ ചർച്ചകൾ നടത്തിയിട്ടില്ല. മുമ്പൊക്കെ ചർച്ചകൾ നടത്തിയപ്പോഴൊക്കെ നമ്മൾ ശക്തമായി എതിർത്തു. ആ എതിർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 50 രൂപയാക്കുമ്പോൾ ഈ 50 രൂപ ആക്കുന്ന വിഷയത്തിൽ സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ 50 രൂപ സമ്മാനം, ഈ ഏറ്റവും കുറഞ്ഞ സമ്മാനം 50 രൂപ ആക്കുന്ന കാര്യത്തിലും സമ്മാന പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലും ട്രേഡ് യൂണിയനുകളുമായിട്ടോ ഏജന്റുമാരുടെ സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ടറേറ്റ്, ഗവൺമെൻറ് ഒരു വിധമായിട്ടുള്ള ചർച്ചകൾ നടത്താതെയാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിഷ്കരണത്തിൻ്റെ ഈ കാര്യങ്ങൾ ഈ യൂണിയനുകളുമായി ചർച്ച നടത്താത്തതിൻ്റെ കാരണം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ യൂണിയനുകൾ ഈ മേഖലയിൽ സ്ഥിരമായി നിൽക്കുന്നവരാണ്. തൊഴിലാളികൾ, ഈ നിൽക്കുന്ന ഒരു തൊഴിലാളിയാണ്, ലോട്ടറി തൊഴിലാളിയാണ്. അയാൾ അംഗവൈകല്യമുള്ള ആളാണ്, അയാൾ ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹം ഈ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണ്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വിഷമം നേരിട്ട് മനസ്സിലാക്കുന്നവരാണ് ട്രേഡ് യൂണിയനുകൾ. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ട്രേഡ് യൂണിയനുകൾ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും അത് മിനിറ്റ്സ് ആവുന്നൊരു കാര്യമാണ്. ഭാവിയിൽ അത് പരിശോധിക്കപ്പെടുമ്പോൾ അത് ഏകപക്ഷീയമായി തീരുമാനമെടുത്തു, അല്ലെ തൊഴിലാളി വിരുദ്ധമായ തീരുമാനമെടുത്തു എന്നുള്ള നിലപാട് പൊതുസമൂഹത്തിനുണ്ടാവുമെന്നുള്ള ഭയന്നാണ് ട്രേഡ് യൂണിയനുകളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെയോ ഒന്നും ക്ഷണിക്കാതെ ചർച്ച ചെയ്യാതെ ഇത്തരം തീരുമാനം ഏകപക്ഷീയമായി എടുത്തത്. ലോട്ടറി മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ നമുക്കതിന് ക്ഷേമനിധിയുണ്ട്. ഈ തൊഴിലാളികളുടെ ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെ ലോട്ടറി ക്ഷേമനിധിയിലെ അംഗത്വം നേരത്തെ ഏകദേശം 60,000-70,000 അംഗത്വം ഉണ്ടായിരുന്നത് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് ദുർബലപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ച് 30,000 അംഗത്വത്തിലേക്ക് കുറച്ചു. ക്ഷേമ പദ്ധതികളെല്ലാം പിണറായി സർക്കാർ ക്ഷേമ പദ്ധതികളെയെല്ലാം ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്കറിയാം, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ആയാലും മറ്റ് ക്ഷേമനിധികളൊക്കെ ദുർബലപ്പെടുത്തുന്നത് പോലെ തന്നെ ലോട്ടറി ക്ഷേമനിധിയിലും ദുർബലമാക്കി കൂടുതൽ ആനുകൂല്യം, അംഗങ്ങൾ കുറച്ചാൽ കൂടുതൽ ആനുകൂല്യം നൽകാമെന്ന് ഒരു പൊള്ള വാഗ്ദാനം, അതൊരു പറ്റിപ്പ് വാഗ്ദാനമാണ്. അത്തരം നൽകിക്കൊണ്ട് ഈ തൊഴിലാളികളെ ഈ ക്ഷേമനിധി ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ഈ മേഖലയിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെയാണ് ഈ ലോട്ടറി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വലിയ മാഫിയകൾ വില കുറച്ച് ടിക്കറ്റ് വിൽക്കുന്നത്. 60 ടിക്കറ്റോ 90 ടിക്കറ്റോ 120 ടിക്കറ്റോ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ടിക്കറ്റിന് 6 രൂപ 50 പൈസ വെച്ച് കിട്ടുമ്പോൾ ഒരു 60 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്ക് 360 രൂപയാണ് വരുമാനം. എന്നാൽ ഒരു മാഫിയ ഒരു കടയിൽ ഇരുന്നു കൊണ്ട് വില കുറച്ചെന്ന് പറഞ്ഞാൽ മുഖവില വിൽക്കേണ്ട വില 40 രൂപയാണെങ്കിൽ അത് ലോട്ടറി ഓഫീസിൽ നിന്നും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. അപ്പോൾ അവർ 10,000 ടിക്കറ്റുകൾ സെയിം വിൽപ്പന സെറ്റായിട്ട് പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കടകളിട്ട് സെയിമായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കൗണ്ടറിൽ തന്നെ ടിക്കറ്റ് സമ്മാനം അടിക്കുമ്പോൾ അവർക്കൊരു ദിവസം DC ഇനത്തിൽ, അതായത് ഏജൻറ്റ് കമ്മീഷൻ, ഏജൻറ്റ് പ്രൈസ് ഇനത്തിൽ വലിയൊരു എമൗണ്ട് ആ ഒരു മുതലാളിക്ക് തന്നെ വന്നു ചേരുന്നു. അത് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 10,000 മുതൽ 30,000 40,000 വരെ ഒരു കടയ്ക്ക് ഒരു ദിവസം 10,000 ടിക്കറ്റ് വിൽക്കുന്ന ഒരു കടയ്ക്ക് ലാഭം വേണ്ട, ടിക്കറ്റിൻ്റെ ലാഭം വേണ്ട, DCയുടെ ലാഭം മതി. പക്ഷേ അവൻ്റെ വിൽപ്പന ക്വാണ്ടിറ്റി ഇത്രയുമാണ്. അപ്പം അവിടെ ഏകദേശം 10-60 തൊഴിലാളികൾ നിന്ന് കച്ചവടം ചെയ്യേണ്ട സ്ഥലത്ത് ഈ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ടാണ് അത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നത്. അതേ സ്ഥലങ്ങളിൽ തന്നെ ഒറ്റ നമ്പർ ലോട്ടറി, എഴുത്ത് ലോട്ടറി, പിന്നീട് അവസാനത്തെ അക്കം കേരള ലോട്ടറിയുടെ 1ാം സമ്മാനത്തിൻ്റെ അവസാനത്തെ 3 അക്കം വരുന്ന തരത്തിൽ അത് പ്രവചിപ്പിച്ച് അത് 10 രൂപ ടിക്കറ്റുകൾക്ക് ഒരു ടിക്കറ്റിന് ഒരു നമ്പർ പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ 10 രൂപ അതിന് ചാർജ് ചെയ്ത് അത് 100, 150, 200 ടിക്കറ്റുകൾ എന്ന് വെച്ചാൽ 10,000 രൂപ അത്തരത്തിൽ ഒറ്റ നമ്പറും എഴുത്ത് ലോട്ടറികളും വഴി ഈ മേഖലയിലേക്ക് വരുന്നു.
ഇത് കൂടാതെയാണ് അന്യ സംസ്ഥാനത്തേക്ക് ലോട്ടറി കൊണ്ടുപോകുന്നത്. പിന്നെ പാലക്കാട് പോലെയുള്ള, അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പോലെയുള്ള, അതുപോലെ തന്നെ ഇവിടെ പാറശാല പോലെയുള്ള പിന്നെ നമ്മുടെ ബോർഡർ സ്ഥലങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്തെ ബോർഡർ സ്ഥലങ്ങളിൽ നിന്നും കേരള ലോട്ടറി നിരോധിച്ച സ്ഥലങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതുമാത്രവുമല്ല, വാട്സപ്പ് വഴിയും ഓൺലൈൻ വഴിയും ഈ ഒറ്റ നമ്പർ തന്നെ, ഒരേ ഒരു ടിക്കറ്റ് വെച്ചുകൊണ്ട് വാട്സപ്പിലൂടെ വിവിധ ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് ഒരു ടിക്കറ്റ് തന്നെ 100 തവണ വിൽക്കുന്ന പ്രവണത, ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും വലിയ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ധനകാര്യപരമായി വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമാണ് ലോട്ടറിയുടെ മറവിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇത് തൊഴിലാളികൾക്ക് വലിയ ദോഷം ചെയ്യുന്നതാണ്, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതാണ്. നമുക്ക് തന്നെ അറിയാം, വളരെ പ്രയാസപ്പെട്ടാണ് തൊഴിലാളികൾ ഒരു 30 ടിക്കറ്റുമായി പ്രായമുള്ളവർ റോഡിലൂടെ വെയിലത്തും മഴയും വകവെക്കാതെ അവരുടെ കഷ്ടപ്പാട് കണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദിനംപ്രതി കഷ്ടപ്പാടുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ മൊത്തം ടിക്കറ്റ് വിറ്റുപോവുക, അവർക്ക് മൊത്തം വരുമാനം വരിക എന്നുള്ളത് മാത്രമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. ലോട്ടറി മേഖലയ്ക്ക് അവർ കാണുന്ന ധനം ഉണ്ടാക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് എവിടെയെങ്കിലും വിൽപ്പന കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ, ആ വിൽപ്പന കുറവുള്ള ഓഫീസിലേക്ക് ഓഫീസർക്ക് അവർ കത്തയക്കും, അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കും, എന്തുകൊണ്ട് ടിക്കറ്റ് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാഫിയകൾക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതേ കണക്ക് അനഫലഷണീയമായ കച്ചവടം ചെയ്യുന്നവർക്കും ടിക്കറ്റ് കൊടുക്കും. ആ രീതിയിലേക്ക് ഈ മേഖലയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ ഇത് ആരംഭിച്ചത് തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് കേരള ലോട്ടറി മറ്റ് ലോട്ടറിയിൽ നിന്ന് വിഭിന്നമായി തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഈ ലോട്ടറി ഇപ്പോൾ ഈ നിലയിലേക്ക് പോകുന്നതിൽ വലിയ വിഷമമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ 5000 രൂപയുടെ സമ്മാനങ്ങളാണ് ലോട്ടറിയുടെ ഒരു ആകർഷണീയത. ആ സമ്മാനങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ചുകൊണ്ടാണ് ഈ 50 രൂപ ടിക്കറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 100 രൂപയാണ് ഏറ്റവും മിനിമം. ഈ ഒരു 50 രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി 100 രൂപയാണ് അടിസ്ഥാന സമ്മാനം വേണ്ടത്. അത് ഒഴിവാക്കിക്കൊണ്ട് 50 രൂപ സമ്മാനമാക്കിക്കൊണ്ട് സമ്മാനങ്ങളുടെ എണ്ണം വലിയ വർധനവ് പെരുപ്പിച്ച് കാണിച്ച് എന്നാൽ ജനങ്ങളെ ആ രീതിയിലേക്ക് പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രതിഷേധമാണ്